നമസ്കാരം. നമ്മളിന്ന് SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെറ്റ് എയിലുള്ള സെക്ഷൻ സി ആണ് മക്കൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി എയും ബിയും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ സി കാണാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോയാലോടാ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താടാ മക്കളെ, സെക്ഷൻ സിയിലെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? അതായത് ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 2,1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടാ മക്കളെ. ഇതാ നോക്കിയേ, ഇതാ ഇവിടെ കണ്ടോ, ചോദ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സർക്കിളിന്റെ സെന്റർ 2,1 ആണ്. അതുപോലെ സർക്കിളിന്റെ ഒരു പോയിന്റ് ആടാ മക്കളെ എന്ത് പറഞ്ഞിട്ട് തന്നുള്ളത് 8,9 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു സർക്കിളിൽ ഇതാ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് സെന്റർ എന്ന് പറയുന്നത്. ഇതാടാ മക്കളെ നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇതിന്റെ സർക്കിളുമുള്ള ഒരു പോയിന്റ് ആണെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചോദ്യത്തില് വൃത്തത്തിന്റെ റേഡിയസ് അല്ലെങ്കിൽ എന്താ പറയുക സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് ഫോർമുലയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. എങ്ങനെയാണോ മക്കളെ ഡിസ്റ്റൻസ് ഫോർമുല എങ്ങനെയാ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? D is equal to ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. D is equal to എന്നാണ് പറയുന്നത് റൂട്ട് ഓഫ് x2 minus x1 whole square plus y2 minus y1 whole square. അങ്ങനെയല്ലേ വരിക. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, ഇവിടെ രണ്ട് പോയിന്റുകളിലെ ഇതാ ഇവിടെ ഈ 2നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായിട്ട് എടുക്കാണ് x1 എന്നും 1നെ y1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 8 എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ട് എടുക്കാണ് മക്കളെ x2 എന്നും 9നെ y2 എന്നും പറഞ്ഞെടുക്കാം. ഇനി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരടാ മക്കളെ. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയടാ മക്കളെ, റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് x2ന് പകരം എനിക്ക് എന്ന് പറഞ്ഞു കൊടുക്കാടാ 8. x2ന് പകരം എന്ന് പറഞ്ഞു കൊടുക്കാം 8 മൈനസ് x1ന് പകരം എന്ന് പറഞ്ഞു കൊടുക്കാടാ മക്കളെ 2. 8 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് മക്കളെ വരിക y2ന് പകരം എന്ന് പറഞ്ഞു കൊടുക്കാം 9 മൈനസ് y1ന് പകരം എന്ത് കൊടുക്കാം 1 കൊടുക്കാം 9 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാണ് മക്കളെ വരിക റൂട്ട് ഓഫ് 8 മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക 6 സ്ക്വയർ പ്ലസ് 9 മൈനസ് 1 എത്രയാണ് മക്കളെ വരിക 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മക്കളെ എനിക്ക് റൂട്ട് ഓഫ് 36. ആറിന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ വരിക 36 അല്ലേ. ആറിന്റെ സ്ക്വയർ എത്രയാണ് വരിക 6ന്റെ സ്ക്വയർ 36 അല്ലേ വരിക. പ്ലസ് 8ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ വരിക 64 ആണ് വരിക. അപ്പൊ റൂട്ട് ഓഫ് 36 പ്ലസ് 64 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മക്കളെ റൂട്ട് 100 എന്ന് പറഞ്ഞിട്ട് വരും. ആൻസർ എന്തായിട്ട് കിട്ടിയിടാ മക്കളെ എനിക്ക് 10 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ആൻസർ എന്തായിട്ട് കിട്ടിയിടാ മക്കളെ എനിക്ക് 10 യൂണിറ്റ് ആണ് ഈ പറയുന്ന സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയിടാ മക്കളെ റൂട്ട് 10 ആണെന്ന് കിട്ടി മക്കളെ. ഇതിലെ രണ്ടാമത്തെ ചോദ്യം വൃത്തത്തിന്റെ സമവാക്യം എഴുതുക അല്ലെങ്കിൽ റൈറ്റ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്നാണ് പറയുന്നത്. നമ്മളോട് ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് 10 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മക്കളെ 10 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനപ്പോ ഇവിടെ ഇതിന്റെ റേഡിയസ് 10 യൂണിറ്റ് ആയിട്ട് എഴുതാണ്. ഇതിന്റെ സെന്റർ 2,1 ആണെന്ന് അറിയാം, അല്ലെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് 2,1 ആണ്. ഈ വൃത്തത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് ഞാൻ എന്ത് കൊണ്ടെടുക്കാൻ പോവാണ് ഇതിനെ x, y എന്ന് കൊണ്ടെടുക്കാൻ പോവാണ്. ഈ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് x, y എന്ന് കൊണ്ടെടുക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും 10 യൂണിറ്റ് ആയിരിക്കണ്ടേ? എല്ലായ്പ്പോഴും 10 യൂണിറ്റ് ആയിരിക്കണം. എങ്ങനെയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കുക? ആ സർക്കിളിന്റെ ഏതൊരു പോയിന്റ് ആയാലും അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയോ വരാൻ പാടുള്ളൂ മക്കളെ 10 വരാൻ പാടുള്ളൂ. അപ്പൊ അതല്ലേ വൃത്തത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കിളിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ നോക്കിയടാ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് എന്തുകൊണ്ട് എഴുതാനാ മക്കളെ എനിക്ക് x മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ മക്കളെ എനിക്ക് 10 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ട് എനിക്ക് 10 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ് മക്കളെ? എനിക്ക് ഈ സ്ക്വയർ അവിടെ നിൽക്കുന്ന സ്ക്വയർ റൂട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ വർഗമൂലത്തിന്റെ ചിഹ്നം നിൽക്കുന്നത് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ? വർഗം കാണാൻ പോവാണ് അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ? സ്ക്വയർ ചെയ്യാൻ പോവാണ്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പോയി കിട്ടൂടാ മക്കളെ? റൂട്ട് പോയി കിട്ടും. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് വരുവാടാ മക്കളെ? എനിക്ക് ഇതിന് എന്തുകൊണ്ട് എഴുതാം? x മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ വരിക? 100 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് മക്കളെ നമ്മുടെ ഇതെന്ന് പറയുന്നത് സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. x മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ട് വരും. സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ മക്കളെ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ?
അടുത്ത ചോദ്യം നോക്കിയാണ് മക്കളെ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇൻ ദ പിക്ചർ ABCD ഈസ് എ റെക്ടാംഗിൾ വിത്ത് സൈഡ്സ് പാരലൽ ടു ദ ആക്സിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഒരു ചതുരം അല്ലെങ്കിൽ എന്താ പറയാ റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഈ റെക്ടാംഗിളിന്റെ രണ്ട് മൂലകളുടെ കോർഡിനേറ്റ്സ്, രണ്ട് വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് മക്കളെ. ഏതൊക്കെയാ? A എന്ന് പറയുന്നത് 2, 5 ആണെന്നും C എന്ന് പറയുന്നത് 10,11 ആണെന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നോട് അടുത്ത, അതായത് എന്താ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, BD എന്നീ മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് B and D. ഇതാണ് മക്കളെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് മക്കളെ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കിയേ, ഞാനിവിടെ ഈ ഒരു പിക്ചറിനെ നോക്കി സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് അവിടെ ഞാനൊരു റെക്ടാംഗിൾ വരച്ചു. ഈ ഒരു പോയിന്റ് എനിക്കറിയാം എന്താണെന്ന് അറിയാം, 2,5 ആണെന്ന് അറിയാം. അപ്പൊ ഇത് 2,5 ആണെങ്കിൽ എനിക്കറിയാം ഇത് എന്ത് ആക്സിസ് ആണ് മക്കളെ? എക്സ് ആക്സിസ് ആണ്. ഇത് ഏത് ആക്സിസ് ആണ് മക്കളെ വരുന്നത്? വൈ ആക്സിസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ഇവിടെ ഈ ഒരു പോയിന്റ് എന്തായിരിക്കാനാണ് സാധ്യത? 2 ആയിരിക്കും. വൈ ആക്സിസിനെ സൂചിപ്പിക്കുന്ന ആള് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും മക്കളെ വരിക? 5 ആയിരിക്കും വരിക. അതുപോലെ ഈ ഒരു പോയിന്റ് C എന്ന് പറയുന്ന പോയിന്റ് എക്സിനോട് കൂട്ടിമുട്ടുന്ന ഈ ഒരു ബിന്ദു, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും മക്കളെ വരിക? 10 ആയിരിക്കും വരിക. ഇത് 10 ആയിരിക്കും വരിക. വൈ ആക്സിസിനായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് എന്തായിരിക്കും മക്കളെ വരിക? 11 ആയിരിക്കും വരിക. ഇനി സുഖമായിട്ട് എനിക്ക് ബിയുടെ കോർഡിനേറ്റ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ നോക്കിയടാ, ബി എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ വരുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ വരുന്നത്? ബി എക്സിന്റെ അവിടേക്ക് പോകുന്ന പോയിന്റ് എത്രയാണ് മക്കളെ വരുന്നത്? 10ഉം. അതുപോലെ വൈയുടെ അവിടേക്ക് പോകുന്ന പോയിന്റ് ഏതാണ് മക്കളെ വരുന്നത്? ബി എന്ന് പറയുന്നത് വൈയിലോട്ട് കൂട്ടിമുട്ടിക്കുമ്പോ കിട്ടുന്ന ആ ഒരു പോയിന്റ് ഏതാണ് വരുന്നത്? 5 അല്ലേ വരുന്നത്? അപ്പൊ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 10,5 ആയിരിക്കും. അതുപോലെ തന്നെ ഡിയുടെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എക്സിനെ സൂചിപ്പിക്കുന്ന ആളാണ് മക്കളെ? ഇവിടെ എക്സിനെ സൂചിപ്പിക്കുന്നത് 2 ആണ്, എക്സിനെ സൂചിപ്പിക്കുന്നത് 2 ആണ്. അതുപോലെ വൈനെ സൂചിപ്പിക്കുന്ന എത്രയാണ് മക്കളെ വരുന്നത്? വൈനെ സൂചിപ്പിക്കുന്ന എത്ര വരുന്നത്? 11 അല്ലേ വരുന്നത്? അപ്പൊ 2,11 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് നേരെ എക്സിലും വൈയിലോട്ടും അങ്ങോട്ട് വരച്ചതിന് ശേഷം എന്റെ മക്കൾ ചെയ്താൽ മതി. അടുത്തത് AB-യുടെ നീളം കണക്കാക്കുക. കാൽക്കുലേറ്റ് ലെങ്ത് ഓഫ് AB എന്നാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. AB എന്ന് പറയുന്ന വശത്തിന്റെ നീളം കണക്കാക്കണം. അപ്പൊ ഇതാ നോക്കിയാണ് മക്കളെ, ഇതാ ഞാൻ ഇവിടെ ഓൾറെഡി B എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബിയുടെ കോർഡിനേറ്റ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മക്കളെ? 10,5 ആണെന്നും. അതുപോലെ ഡിയുടെ കോർഡിനേറ്റ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മക്കളെ? 2,11 ആണെന്നും ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണല്ലോ. ഇനി എന്നോട് ഏതിന്റെ ലെങ്ത് ആണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? AB-യുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. AB-യുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്റെ മക്കളൊന്ന് നോക്കിയേ, AB-യുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ അതാ നോക്കിയടാ, ഇത് എക്സ് ആക്സിസിലെ 2 ആയിരുന്നു. ഇവിടെ എക്സ് ആക്സിൽ എത്രയായിരുന്നു? 2 ആയിരുന്നു. ബി എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസിലോട്ട് എത്ര ദൂരാണ് ആ മക്കളെ നീങ്ങിയിട്ടുള്ളത്? 10-2 അല്ലേ? ചെയ്താ പോരെ? ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു വരയല്ലടാ മക്കളെ. അപ്പൊ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയടാ മക്കളെ? 10-2 ചെയ്താൽ മതി. അതായത് 10-2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നതാ മക്കളെ 8 എന്ന് പറയുന്നതായിരിക്കും AB-യുടെ നീളം എന്ന് പറയുന്നത്. ഇവിടെ AB എന്ന് പറയുന്ന സൈഡിന്റെ നീളം എത്രയായിരിക്കും എന്നാണ് പറയുന്നത് മക്കളെ? 8 യൂണിറ്റ് ആയിരിക്കും വരിക. എന്താ കാരണം എന്ന് മനസ്സിലായല്ലോ? ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയ കാരണം മാത്രമാണ് മക്കളെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് AC-യുടെ നീളം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് മക്കളെ AC-യുടെ നീളം എങ്ങനെയാണ് കണക്കാക്കുക? AC-യുടെ നീളം കണക്കാക്കാൻ എന്താണ് മക്കളെ വഴി? നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതാ നമുക്ക് ഇവിടെ അറിയാലോ, ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ടല്ലോ. എന്തായിരുന്നു നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല? നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവുമല്ലോ. ഒരു ഡിസ്റ്റൻസ് ഫോർമുല കാണാനില്ലേ? എന്താ ഡിസ്റ്റൻസ്? രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ് മക്കളെ? √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇങ്ങനെയല്ല മക്കളെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏതാണ്? ACD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും എയുടെ x1 2 എന്ന് പറയുന്നതിന് x1 ആയിട്ടും 5 എന്ന് പറയുന്നതിന് y1 ആയിട്ടും അതുപോലെ 10നെ x2 ആയിട്ടും 11നെ y2 ആയിട്ടും എനിക്ക് എടുക്കാൻ പറ്റൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓർമ്മണ്ട? √(x2 - x1) എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരിക? 10 - 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 11 - 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അവിടെ ആൻസർ എന്ന് പറഞ്ഞിട്ട് വരും മക്കളെ 10 - 2 എത്രയാണ് മക്കളെ വരിക? 8 സ്ക്വയർ പ്ലസ് 11 - 5 എത്രയാണ് വരിക മക്കളെ? 6 സ്ക്വയർ. √8ന്റെ സ്ക്വയർ എത്രയായിരിക്കും മക്കളെ വരിക? 64. 6ന്റെ സ്ക്വയർ 36. ആൻസർ എന്ന് പറഞ്ഞിട്ട് വരും മക്കളെ √64 36 കൂടി കൂട്ടുമ്പോൾ 100. √100 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 10 യൂണിറ്റ് ആയിരിക്കും മക്കളെ AC എന്ന് പറയുന്ന വികരണത്തിന്റെ അല്ലെങ്കിൽ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും പറയുന്നത്? 10 യൂണിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി വേഗം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? അടുത്ത ചോദ്യം എന്തായിരുന്നു?
അല്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോടാ. 16ാമത്തെ ചോദ്യം എന്താണ് മക്കളെ? 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചിത്രത്തിൽ ABCD ഒരു സാമാന്ത്രികമാണ് അല്ലെങ്കിൽ പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതാ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ? ഇവിടെ ABCD എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട് നമുക്ക്, ഇല്ലേ? ഇനി അടുത്തത് ആ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ABCD എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട് മക്കളെ. ആ ഒരു പാരലലോഗ്രാമിന്റെ അല്ലെങ്കിൽ എന്താ പറയാ സാമാന്ത്രികത്തിന്റെ മൂന്നാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഞാനിവിടെ റൈറ്റ് സൈഡിൽ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നോക്കി ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്ത്രികം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ കോർഡിനേറ്റ്സ് x1 y1 x2 y2 x3 y3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് മക്കളെ ഞാനിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ്. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ലടാ മക്കളെ. ഇവിടെ ഈ ഒരു പോയിന്റിന് എതിരെ കിടക്കുന്ന ഈ ഒരു ഡയഗണൽ ഇല്ലടാ മക്കളെ. ഈ ഒരു ഡയഗണലിൽ ഇതാ ഞാനിവിടെ വെറുതെ ഒന്ന് ഡോട്ട് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ട, ഈ ഒരു ഡോട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഡയഗണലിലെ x2 + x3 ചെയ്യാ. അതിന്റെ എക്സിന്റെ ആൾക്കാരെ എന്ത് ചെയ്യാടാ മക്കളെ? x2 + x3. അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതിടാ മക്കളെ? x1ന്റെ ആളെ കുറയ്ക്കുക. ഈ ഒരു പോയിന്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന ആ ഒരു മൂലയിലുള്ള x1ന്റെ ആൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നതായിരിക്കും മക്കളെ എന്തെന്ന് പറയുന്നത്? x കോർഡിനേറ്റ്. അതുപോലെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്താണ് മക്കളെ ചെയ്യേണ്ടി വരിക? അത് ഈ സെയിം ഇതുപോലെ തന്നെ y2 + y3 മൈനസ് എന്ത് ചെയ്താൽ മതി എന്ന് പറയുന്നത്? y1 ചെയ്താൽ മതിയാവും. ഇത് സിമ്പിൾ ആയിട്ട് ഒരു ലോജിക്കാണ്. പിന്നെ മക്കൾ ഇത്രയും ഒന്നും മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കണോ? കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ നോക്കിയേ, അതായത് ബി ഉണ്ട്, ഡി ഉണ്ട്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ സിയുടെ ഈ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് മക്കളെ ഞാൻ എന്താ ചെയ്യേണ്ടി വരിക? ഏറ്റവും ആദ്യമായിട്ട് നോക്കിയേ, ഇവിടെ ഈ പറഞ്ഞ 5നെയും 4നെയും കൂടി എന്ത് ചെയ്യണം മക്കളെ? ആഡ് ചെയ്യാൻ പോവാണ്. 5 + 4 എത്രയാണ് മക്കളെ വരിക? 9 ആണ്. അതിൽ നിന്ന് ഇവിടെ വരുന്ന ആളാരാണ് മക്കളെ? 1 അല്ലേ വരുന്നത്? 9 - 1 = മക്കളെ 8 എന്ന് പറഞ്ഞിട്ടും. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും വരിക. അതുപോലെ ഇനി y കോർഡിനേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 + 6 എത്രയാണ് മക്കളെ വരിക? 3 + 6 എത്രയായിരിക്കും വരിക? 3 + 6 എന്ന് പറയുന്നത് 9 ആയിരിക്കും വരിക. ഈ 9ൽ നിന്ന് ഏതാണ് മക്കളെ കുറയ്ക്കേണ്ടി വരിക? ഈ 2 കുറയ്ക്കുക. 9ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 7. അപ്പൊ ഈ ഒരു കോർഡിനേറ്റ് എത്രയായിരിക്കും വരിക? സി എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ് 8,7 എന്ന് പറയുന്നതായിരിക്കും മക്കളെ വരിക. 8,7 എന്ന് പറയുന്നതായിരിക്കും കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ മക്കളെ? അടുത്ത ചോദ്യം എന്താണ് മക്കളെ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ? Okay. Calculate the slope of the diagonal AC. AC എന്ന് പറയുന്ന ആ ഒരു വികരണത്തിന്റെ ചെരിവ് കണക്കാക്കുക. എങ്ങനെയാണ് മക്കളെ ചെരിവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് അറിയോ? ഏതെങ്കിലും 2 പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ ചെരിവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. y2 - y1 / x2 - x1 എന്ന് പറയുന്നതായിരിക്കും. ഇപ്പോ AC എന്ന് പറയുന്ന പോയിന്റില് സി ഓൾറെഡി ഞാനിവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ് പറഞ്ഞിട്ടാണ് മക്കളെ കണ്ടുപിടിച്ചത്? 8,7 ആണെന്ന് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ സിയുടെ കോർഡിനേറ്റ് ആയിട്ട് 8,7 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ AC-യുടെ ചെരിവാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. AC-യുടെ ചെരിവ് കണ്ടുപിടിക്കാൻ ഏതാണ് മക്കളെ ഇക്വേഷൻ എന്ന് പറയുന്നത്? y2 - y1 / x2 - x1 എന്നാണ് പറഞ്ഞത്. ഇവിടെ എയുടെ ആൾക്കാരെ ഞാൻ എന്തായിട്ട് എടുക്കാൻ പോവാടാ? x1 എന്നും ഇയാളെ y1 എന്നും. എയുടെ ആളായിട്ടുള്ള 1നെ x1 ആയിട്ടും 2നെ y1 ആയിട്ടും എടുക്കാണ്. അതുപോലെ സിയുടെ ആളായിട്ടുള്ള 8നെ x2 എന്ന് പറഞ്ഞിട്ടും 7നെ y2 എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ചെരിവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പറഞ്ഞത് മക്കളെ? y2 - y1 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 7 - 2 / x2 - x1 എന്ന് പറയുമ്പോൾ x2 പകരം എന്താണ് മക്കളെ എടുക്കുന്നത്? ഇവിടെ 8 അല്ലേ? -1 8 - 1 എന്നും പറഞ്ഞിട്ട് എഴുതാം. = 8 - 1 എന്താണ് മക്കളെ വരിക? 7 - 2 എത്രയാ വരിക? 5 / 8 - 1 എത്രയാണ് വരിക? 7. 5/7 എന്ന് പറയുന്നതായിരിക്കും, 5/7 എന്ന് പറയുന്നതായിരിക്കും മക്കളെ ഈ പറയുന്ന ആളുടെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എന്ന് പറയുന്നത്. ഈ പറയുന്ന 7 - 2 / 8 - 1 എന്ന് പറയുമ്പോൾ 5/7 ഇതായിരിക്കും മക്കളെ ഇതിന്റെ എന്തെന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെരിവ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം നോക്കി നോക്കിയാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
AC ഇവയിലൂടെ കടന്നു പോകുന്ന വരയുടെ സമവാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന ഈ ഒരു പോയിന്റിൽ കൂടെ എയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന ലൈനിന്റെ സമവാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ നോക്കിയടാ മക്കളെ, എനിക്ക് ഓൾറെഡി ഈ പറയുന്ന ആളുടെ സ്ലോപ്പ് എന്താണെന്ന് അറിയാടാ, 5,7 ആണെന്ന് അറിയാം. ഓൾറെഡി എനിക്കറിയാം 5/7 ആണ്. 5,7 അല്ല, 5/7 ആണ്. ഓൾറെഡി ഈ പറയുന്ന ആളുടെ സ്ലോപ്പ് എന്ന് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ലേ, AC എന്ന് പറയുന്ന വരയുടെ സ്ലോപ്പ് 5/7 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ വരയുടെ സമവാക്യം കണ്ടുപിടിക്കാൻ ഒന്നുമില്ലടാ മക്കളെ, AC എന്ന് പറയുന്ന പോയിന്റിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് ഞാൻ എന്തെടുക്കാൻ പോടാ, x,y എന്ന് കൊണ്ടെടുക്കാൻ പോയി. ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് x,y എന്ന് കൊണ്ടെടുക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ എയും ഈ ഒരു പോയിന്റും തമ്മിലുള്ള ഈ ഒരു പോയിന്റ് റാൻഡം പോയിന്റിനെ R എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ എയും ആറും തമ്മിലുള്ള സ്ലോപ്പും എന്തായിട്ടേ പറ്റുള്ളൂ, 5/7 ആയാലേ പറ്റുള്ളൂ. 5/7 ആയിരിക്കണം, അല്ലെങ്കിൽ 5/7 ആയിരിക്കണം ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത്. എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എക്സ് ആക്സിസിനായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ചെരിവിനെയാണ് ആ മക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കി ഈ പോയിന്റ് എയും ആറും തമ്മിലുള്ള സ്ലോപ്പ് എങ്ങനെയാണ് മക്കളെ വരിക, y-2 divided by x-1 is equal to എന്നോട്ട് എഴുതാം മക്കളെ, എനിക്ക് 5/7 കൊണ്ട് എഴുതാം. സിമ്പിൾ ആയിട്ട് എഴുതിക്കൂടെ, ഈ പോയിന്റ് y-2 divided by x-1 is equal to 5/7 കൊണ്ട് എഴുതാം. ഏതാണോ മക്കളെ ഞാനിവിടെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇതിനെങ്ങനെയാണ് എഴുതാൻ പോണത്, ഇതിനെവിടെ വെറുതെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. നോക്കിയേക്ക്, ഇതിനെവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതാ ഇവിടെ ഇങ്ങനെ വരുമ്പോ y-2 into 7 is equal to x-1 into 5 എന്ന് കൊണ്ട് എഴുതാം. x-1 into 5 എന്ന് കൊണ്ട് എഴുതാം. അപ്പൊ എത്രയാണോ മക്കളെ, എത്രയാ വരിക, എങ്ങനെയാ വരിക, ഇത് y-2 into 7 എന്ന് പറയുമ്പോൾ എന്താണോ മക്കളെ വരിക, 7y minus 14 is equal to 5x minus 5 എന്ന് പറഞ്ഞിട്ട് വരും. എനിക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാണോ മക്കളെ, എനിക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുക, എക്സിന് വൈനേക്ക് ഒരുപോലെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, 7y minus 14 minus 5x -5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ, +5 ആയിട്ട് മാറും. ഈ +5x ഇങ്ങോട്ട് വരുമ്പോ -5x ആയിട്ട് മാറും. -5 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ, +5 ആയിട്ടും വരും. അപ്പൊ എനിക്ക് ഇവിടെ കൃത്യമായിട്ട് എഴുതാലോ. ഇതിനെങ്ങനെയാണോ മക്കളെ എഴുതാൻ പറ്റുക, 7y minus 5x minus 14 plus 5 എത്രയാണോ മക്കളെ വരിക, -9 is equal to 0 എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്, ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. AC-യിൽ കൂടെ കടന്നു പോകുന്ന വരയുടെ ചെരിവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ പറയുന്നത്, 7y minus 5x minus 9 is equal to 0 എന്ന് പറയുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ, എന്താണ് മക്കളെ, ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുമോ, does the line passes through the origin. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓൾറെഡി എനിക്കറിയാം ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് 5/7 ആണെന്ന് പറഞ്ഞിട്ട് അറിയാം. നോക്കിയേ, ഈ ഒരു പോയിന്റ് ലൈനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണം, അതായത് 0 എന്ന് പറയുന്ന പോയിന്റ് ഈ പറഞ്ഞ എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള സ്ലോപ്പ് എന്തായാൽ മതിയിടാ, 5/7 ആണെങ്കിൽ മാത്രമാണ് അത് ആ ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുള്ളൂ അല്ലേ. ആ ഒരു ലൈൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള സ്ലോപ്പ് എന്തായാലേ പറ്റുള്ളൂ, 5/7 ആയാലേ പറ്റുള്ളൂ. അപ്പൊ അതാ നോക്കിയടാ, ഇവര് തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോവാണ് ഞാൻ. എങ്ങനെയാണോ മക്കളെ വരിക, y2 minus y1 divided by x2 minus x1. ഇവിടെ x1 പകരം എന്താണ് മക്കളെ എടുക്കുന്നത്, 1 ആണ്, y1 പകരം 2 ആണ്, x2 പകരം 0 ആണ്, y2 പകരം 0 ആണ്. ഞാനിവിടെ 0 minus 2 divided by ഒരു മിനിറ്റ് മക്കളെ, 0 minus, അതായത് അവിടെ എഴുതാൻ പോവാണ് 0 minus 2 divided by 0 minus 1 is equal to മക്കളെ എനിക്ക് -2 divided by -1 is equal to 2 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ആൻസർ എന്താണ് വരിക, 2. ഈ 2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ അല്ലടാ മക്കളെ, 5/7 ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു 5/7 ആണ്. പോയിന്റ് ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം മക്കളെ, ഈ AC എന്ന് പറയുന്ന ലൈനിലെ പോയിന്റ് ആണ് 0 എന്നുണ്ടെങ്കിൽ ആ പോയിന്റുകൾ തമ്മിലുള്ള സ്ലോപ്പ് എന്തായാലേ പറ്റുള്ളൂ, 5/7 ആയാലേ പറ്റുള്ളൂ. ഇവിടെ 5/7 ആണോ സ്ലോപ്പ് കിട്ടിയത്, അല്ല 2 അല്ലേ കിട്ടിയത്. അതുകൊണ്ട് ഈ പറഞ്ഞ ആൾ എന്താവില്ല എന്നാണ് പറയുന്നത്, ഈ ലൈനിലത്തെ പോയിന്റ് ആവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റൻ എന്തായിരുന്നു, അതിലെ ബി ക്വസ്റ്റൻ ആണ്. ഇൻ ദ പിക്ചർ PQR ആർ ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ABC. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകളാണ് PQR എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂടെയും പിന്റെയും ക്യൂവിന്റെയും
സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് ആ മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ആ മക്കളെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? x1 + x2 ഡിവൈഡഡ് ബൈ 2, y1 + y2 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. ഞാൻ നോക്കിയേ, എനിക്ക് പി യുടെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയേ ഇവിടെ ബിയുടെയും എയുടെയും ആ മിഡ് പോയിന്റ് ആണ് ആ മക്കളെ ഇത് വരുന്നത്. ഇവിടെ x1 പകരം എന്തായിട്ട് കൊടുക്കാം? എനിക്ക് 1 കൊടുക്കാം. x2 പകരം എന്തായിട്ട് കൊടുക്കാം? 3 കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിന്റെ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും വരിക? 3 + 1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണ് വരിക മക്കളെ? 4/2 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. പിയുടെ ആദ്യത്തെ എക്സിനെ സൂചിപ്പിക്കുന്ന കോർഡിനേറ്റ് എത്രയാണ് മക്കളെ വരിക? 2 ആയിരിക്കും വരിക. അടുത്തത് വൈനെ സൂചിപ്പിക്കുന്ന സൂചക സംഖ്യ അല്ലെങ്കിൽ വൈയുടെ കോർഡിനേറ്റ് എന്തായിരിക്കണം മക്കളെ വരിക? 0 + 6. അതാ എനിക്ക് കൃത്യമായിട്ട് എഴുതാലോ. 0 + 6 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 6/2 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പൊ അതാ നോക്കിയേ, പിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ വരിക? 2,3 ആയിരിക്കും വരിക. ഇനി അടുത്തത് ഇതുപോലെ ഇനി ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യൂവിന്റെ ആണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്യൂവിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് മക്കളെ ക്യൂ എന്ന് പറയുന്നത് 1,0 എന്ന് പറയുന്ന പോയിന്റിന്റെയും 11,0 എന്ന് പറയുന്ന പോയിന്റിന്റെയും എന്താണ് മക്കളെ? മിഡ് പോയിന്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 + 11 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 12/2 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഈ പോയിന്റ് 6 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് വൈനെ സൂചിപ്പിക്കുന്നത് 0 ആണ് മക്കളെ. 0 + 0 എത്രയാണ് വരിക? 0 അല്ലേ വരിക? 0ന്റെ ഹാഫ് എത്രയാണ് വരിക? 0 തന്നെയാണ് വരിക. അപ്പൊ ഈ ഒരു പോയിന്റ് എത്ര ആയിരിക്കണം മക്കളെ വരിക? 6,0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സിമ്പിൾ ആയിട്ട് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ? മിഡ് പോയിന്റ് ഫോർമുല വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മിഡ് പോയിന്റ് എന്താണെന്നുള്ളത് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഇനി അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് PR and AQ എന്നാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അതായത് PR, AQ എന്നീ വരകൾ മുറിച്ചു കിടക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ആള് എന്തായിരിക്കാനാണ് മക്കളെ സാധ്യത? ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ ഡയഗണലാണ് മക്കളെ ഈ കാണുന്നത്. അപ്പൊ നമുക്ക് AQ എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ്, AQ എന്ന് പറയുന്നതും PR എന്ന് പറയുന്നതും ഡയഗണൽ ആയ കാരണം അവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന പോയിന്റിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനോടാ. മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ പോരെ, അതായത് AQ എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതിയടാ. അപ്പൊ ഇങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എയുടെ എക്സിനെ സൂചിപ്പിക്കുന്ന സംഖ്യയായിട്ടുള്ള എക്സ് ആക്സിസിനെ സൂചിപ്പിക്കുന്ന ആളാണ് മക്കളെ 3 ആണ്. പ്ലസ് ക്യൂവിന്റെ എക്സിനെ സൂചിപ്പിക്കുന്ന ആളാണ് മക്കളെ 6 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരും മക്കളെ 9/2 എന്ന് പറഞ്ഞിട്ട് വരും. എക്സിനെ സൂചിപ്പിക്കുന്ന കോർഡിനേറ്റ് എന്തായിരിക്കും വരിക? 9/2 ആയിരിക്കും വരിക. ഇനി അതുപോലെ തന്നെ വൈനെ സൂചിപ്പിക്കുന്ന കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ എത്രയാണ് മക്കളെ വരുന്നത്? 6 + 0. അതായത് ഇതാ നോക്കിയോക്കിയേ, എയില് വൈനെ സൂചിപ്പിക്കുന്ന ആളാരാണ് മക്കളെ? 6 ആണ്. പ്ലസ് ക്യൂവില് വൈനെ സൂചിപ്പിക്കുന്നത് 0 ആണ്. 6 + 0 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരും മക്കളെ 6/2 ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് ഏതൊക്കെയാണ് മക്കളെ വരിക? 9/2, 3 എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക. 9/2, 3 എന്ന് പറഞ്ഞിട്ടാണ് വരിക. മക്കളെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെൻട്രോയിഡ് PQR എന്ന ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം അല്ലെങ്കിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ ഇട്ടാ മക്കളെ. നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിളിന്റെ 3 മൂലകള്, 3 കോർഡിനേറ്റ്സ് x1, y1, x2, y2, അതുപോലെ എന്താ പറയാ x3, y3 ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് x1 + x2 + x3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നതും y1 + y2 + y3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നതായിരിക്കും എന്നാണ് മക്കളെ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കിയാൽ എനിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തുകൂടെ? ഇവിടെ x1 പകരം എന്താണ് മക്കളെ കിടക്കുന്നത്? x1 പകരം 3 ആണ് കിടക്കുന്നത്. x1 പകരം 3 ആണ് കിടക്കുന്നത്. x2 പകരം 1 ആണ് കിടക്കുന്നത്. x3 പകരം 11 ആണ് കിടക്കുന്നത്. ഇവരെല്ലാവരും കൂടി അടി ചെയ്യാൻ പോകണം മക്കളെ. എത്രയാണ് വരിക? 1 + 1 + 11 ഇനിയല്ലേ വരിക? 1 + 1 + 1 അല്ല മക്കളെ, 3 + 1 + 11 3 + 1 + 11 3 + 1 + 11 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? ഡിവൈഡഡ് ബൈ 3. 3 + 1 എത്രയാണ് വരിക? 4 4 + 11 എത്രയാണ് വരിക? 15 15 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 5 ആയിരിക്കും വരിക. ആൻസർ എത്രയായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. സെൻട്രോയിഡിന്റെ ആൻസർ എന്ന് പറയുന്നത് 5, അടുത്തതായിട്ട് വരുന്നത് ഏതാണ് മക്കളെ? അടുത്തത് ഏതാണ് വരുന്നത്? സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഈ ഒരു പോയിന്റിനെയാണ് മക്കളെ നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്തായിരിക്കും പറയുന്നത്? 5 ആയിരിക്കും. എക്സിന് സൂചിപ്പിക്കുന്ന ആള് 5 ആയിരിക്കും. ഇനി വൈനെ സൂചിപ്പിക്കുന്ന ആളെ കണ്ടുപിടിക്കുന്നത് എന്താണ് മക്കളെ ചെയ്യേണ്ടത്? 6 + 0 +
0 divided by 3. 6 plus 0 plus 0 divided by 3 is equal to 6 by 3 is equal to മക്കളെ 2 എന്ന് കൊണ്ട് കിട്ടും. അപ്പൊ 5,2 എന്ന് പറയുന്നതായിരിക്കണം മക്കളെ ഇതിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണ് മക്കളെ ഏറ്റവും നല്ലത്. ഒന്നുമില്ല, ആ ട്രയാങ്കിളിന്റെ 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അതുപോലെ y1 പ്ലസ് y2 പ്ലസ് y3 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തോട് കൂടിയിട്ട് നമ്മുടെ സെക്ഷൻ സി അവസാനിക്കുകയാണ് മക്കളെ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് ചെയ്തു നോക്കി നോക്കുക. നമ്മൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ സെക്ഷൻ ഡിയുടെ വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. അതിന് മുന്നേ കൃത്യമായിട്ട് ഇത് പഠിച്ച് കൃത്യമായിട്ട് എഴുതി പഠിച്ചിട്ട് എന്റെ മക്കളെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.